തമിഴ്നാട്ടിൽ നിന്നും ഖനന ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നതിന് മാസപ്പടി. ഇടുക്കി ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വ്യാജ പാസിലെത്തുന്ന വാഹനങ്ങൾ 1000-ഉം 1500-ഉം മാസപ്പടി നൽകണം. ഉന്നത ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് ജീവനക്കാർ കൈക്കൂലി വാങ്ങുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. ഖനന നിരോധനമുള്ളതിനാൽ ഇടുക്കി ജില്ലയിലേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ നിന്നാണ്. ബോഡിമെട്ട്, കമ്പമെട്ട്, കുമിളി ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് കല്ലും പാറപ്പൊടിയും ഒക്കെയായി ടോറസ് ലോറികൾ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നും പാസ് അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. പിന്നിൽ തമിഴ്നാട് ലോബിയുടെ ഇടപെടലുണ്ടെന്നാണ് ആരോപണം. വ്യാജ പാസുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ തമിഴ്നാട്ടിൽ പോയി നിർമ്മാണ സാമഗ്രികൾ എടുത്തു വരുന്നുണ്ട്. ഇത്തരം വാഹനങ്ങൾക്ക് കേരള അതിർത്തിയിൽ ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങുന്നതായാണ് ആരോപണം. അതായത് അവിടുന്ന് കല്ലോ മണലോ ആയിട്ട് വരുന്ന ലോറികൾ പാസ് ഇല്ലാതെ കയറി വരുന്ന വണ്ടികൾ 1500 രൂപയും, കള്ളപ്പാസമായിട്ട് കയറി വരുന്ന വണ്ടികൾ 1000 രൂപയും കൊടുത്താൽ കയറി വരുന്ന നമുക്കറിയാൻ കഴിയും. നമുക്ക് അതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. പക്ഷെ നിയമപരമായിട്ട് അതിനെ അതിജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ, അല്ലെ ഇതിനെ പിടിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ കളക്ടറും പോലീസുമാണ്. പക്ഷെ ഇടുക്കിയിലെ കളക്ടർ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, തേനിയിലുള്ള ആ വ്യാപാരികളുമായിട്ട് എന്തോ ടൈപ്പ് ഉള്ളതിൻ്റെ നമുക്കറിയാൻ കഴിഞ്ഞു. പോലീസാണുള്ളത് തന്നെ നിസ്സംഗത പാലിക്കുകയാണ്. ഇവർ ഈ 2 ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് നടപടി സ്വീകരിക്കേണ്ടത്. ആ 2 ഡിപ്പാർട്ട്മെന്റ് ഇതിനെ നടപടി സ്വീകരിക്കുന്നില്ല. അതാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഈ തമിഴ് ലോബിയായിട്ട് എന്താണ് ഇവർക്കുള്ള ബന്ധമെന്നാണ് അന്വേഷിക്കേണ്ടത്. ഇടുക്കിയിലെ അനധികൃത ഖനനം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ഖനന പ്രവർത്തനങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിന് വാഹനങ്ങൾക്ക് പാസ് അനുവദിക്കുന്നതിനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഉയരുന്ന ആവശ്യം. കൂടാതെ ഇടുക്കിയിൽ നിയന്ത്രണ വിധേയമായി ഖനനം നടത്താൻ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ജനം, ഇടുക്കി.